അല്ല, ഇന്ന് നമുക്ക് ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 4 ചെറിയ പഴം എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഒരെണ്ണം കട്ട് ചെയ്യുന്നത് കാണിക്കാം. അതിന് ബാക്കിയെല്ലാം ഞാൻ കട്ട് ചെയ്തിട്ട് വയ്ക്കാം. അപ്പോൾ അങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 2 അച്ച് ശർക്കര ഇട്ട് 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കത് ശർക്കര പാനിയായി എടുക്കാം. അടുത്ത് തന്നെ ഒരു ചട്ടി വെച്ചിട്ട് അതിൽ നമുക്ക് ഒരു ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ അത് മെൽറ്റായി വരട്ടെ. അപ്പോൾ അതിൽ കാഷ്നട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ കിസ്മസ് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. പിന്നെ നിങ്ങളുടെ കയ്യിൽ വേറെ ഏതെങ്കിലും നട്ട്സ് ഉണ്ടെങ്കിൽ, കുട്ടികൾക്കല്ലേ അപ്പോൾ നട്ട്സ് നല്ലതാണ്, അപ്പോൾ ഇട്ട് കൊടുക്കാവുന്നതാണ്. എൻ്റെ കയ്യിലിപ്പോൾ കാഷ്നട്ട് മാത്രമേ ഉള്ളൂ, അപ്പോൾ ഞാനത് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതായി വരട്ടെ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വളരെ ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കാണ്. അപ്പോൾ ശർക്കര പാനി ആയി വരട്ടെ, എന്നിട്ട് നമുക്ക് അരിച്ച് എടുക്കാം. ഇതായിട്ടുണ്ട്, നമുക്കത് മാറ്റാം. ഇതിലേക്ക് നമ്മൾ പഴം അതുപോലെ തന്നെ അവൽ ഒക്കെയാണ് ചേർക്കുന്നത്. ചുമന്ന അവൽ തന്നെ ചേർക്കണം. അപ്പോൾ കുട്ടികൾക്കാകുമ്പോൾ നെയ്യൊക്കെ നമ്മൾ ഇടയ്ക്ക് കൊടുക്കുന്നത് നല്ലതാണ്. കാരണം നമ്മൾ പണ്ട് കാലത്തൊക്കെ കണ്ടിട്ടുണ്ട്, പരിപ്പും നെയ്യും കൂടി കുട്ടികൾക്ക് കൊടുക്കും. പക്ഷെ ഇന്നത്തെ കുട്ടികൾ അങ്ങനെ കഴിക്കില്ല അത്. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഏതെങ്കിലും ഒന്നിലിട്ട് ഒക്കെ അവർക്ക് ചെല്ലണത് നല്ലതാണ്, ബുദ്ധിക്കൊക്കെ നല്ലതാണ്. അപ്പോൾ ഈ നെയ്യിലേക്ക് നമുക്കിനി പഴം നുറുക്കി വെച്ചത് ഇട്ട് കൊടുക്കാം. അത് ഉടച്ചിങ്ങനെ ഇതാക്കണ്ട, കഷ്ണം കഷ്ണമായിട്ട് തന്നെ ഇങ്ങനെ കിടന്നോട്ടെ. അപ്പോൾ ആ നെയ്യിൽ കിടന്നിട്ട് അതൊന്ന് ആയി വരട്ടെ. അപ്പോൾ ഇതിൽ ചേർന്നിട്ടുള്ളത് നെയ്യും നേന്ത്രപ്പഴവും ചുമന്നവലും ഒക്കെ നല്ലതാണ് കുട്ടികൾക്ക്. അതുപോലെ കുറച്ച് നട്ട്സ് അധികം ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ശർക്കര പാനി ആയി വന്നിട്ട് അത് നമുക്ക് ഇതിലേക്ക് അരിച്ച് വെച്ച് കൊടുക്കാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. പക്ഷേ കുട്ടികൾ അത് വളരെ ഇഷ്ടത്തോടെ കഴിക്കുന്ന ഒരു സ്നാക്കും കൂടിയാണ്. പിന്നെ ഈ പഴം ഈ നെയ്യിലും ശർക്കര പാനിയിലും കിടന്നൊന്നായി വരട്ടെ. ഇതിനിടയിൽ നമുക്ക് ഏലക്കായ പൊടിച്ചത് ഇട്ട് കൊടുക്കാം. പഞ്ചസാര ചേർത്ത് പൊടിച്ചതാണ്, ഒരു ചെറിയ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ. ഇങ്ങനെ ഇതിലേക്ക് എടുക്കുമ്പോൾ തന്നെ ഈ പഴം കഴിക്കാൻ തന്നെ ഭയങ്കര ടേസ്റ്റാണ്, നെയ്യും ശർക്കര പാനിയിലും കിടന്ന്. അപ്പോൾ ഞാൻ 2.5 ഗ്ലാസ് അവിലാണ് എടുത്തിട്ടുള്ളത്. ആ കാണുന്ന ഗ്ലാസ് ഉപയോഗിച്ചാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഒരു 1.5 ഗ്ലാസും കൂടി ഞാൻ അളന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക്. ഇനി നമുക്ക് അതിലേക്ക് നട്ട്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ കുറച്ച് അധികം നട്ട്സൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ് കുട്ടികൾക്ക് കഴിക്കാനായിട്ട്. ഇതൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇനിയൊരു ഇൻഗ്രീഡിയൻസും കൂടി ഉണ്ട്. അതും കൂടി ഇടുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് കൂടുന്നത്. അതായത് ഒരു ചെറിയ നാളികേരത്തിൻ്റെ പകുതി നാളികേരം ചിരകി ഞാൻ ഇതിലുണ്ട്. അപ്പോൾ കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ ഇങ്ങനെ നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. വളരെ ഹെൽത്തിയാണത്. ഇടയ്ക്കൊക്കെ നമ്മൾ മറ്റേ എണ്ണയിൽ പൊരിച്ചതൊക്കെ നമ്മൾ കൊടുക്കണം. ഇടയ്ക്ക് അവർക്ക് എന്നും കൊടുത്താൽ അവർക്ക് ഇഷ്ടപ്പെടില്ല.
നമ്മൾ മാറി മാറി കൊടുക്കുക. ഞാനങ്ങനെയാണ് ചെയ്യണത്. കുറച്ച് ഹെൽത്തി ആയിട്ടുള്ളതും കൂടി അവർക്ക് ചെല്ലണം. അത് വിചാരിച്ചിട്ട് ഞാൻ എന്നും എണ്ണയിൽ പൊരിച്ച് കൊടുക്കില്ല, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുക്കാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നിങ്ങളുടെ മക്കൾക്കിത് ഉണ്ടാക്കി കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.